ചില നിരീക്ഷണം വന്നു. അതായത് ഒരു വശത്ത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ആയുധം ഉപയോഗിച്ച് പോരാടുകയും ചില സ്ഥലത്ത് വളരെ സൈലൻ്റായി. കേരളത്തിൽ സൈലൻ്റാണ്. കേരളത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ്. എനിക്ക് സൗദി അറേബ്യയിലെ യൂണിവേഴ്സിറ്റിയുടെ പൈസയാണ് അത് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത്. അവർ ബഹാബിസ്റ്റുകളാണ്. ഇവർ പ്രധാനപ്പെട്ട പത്രക്കാർക്കൊക്കെ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുപോയി നല്ല സൗദി അറേബ്യ നല്ല അല്ലെങ്കിൽ അവിടെ കണ്ട് പ്രസംഗം നടത്തിക്കാം. അമേരിക്കയിലൊക്കെ യൂണിവേഴ്സിറ്റികളെ സ്പോൺസർ ചെയ്യുക. എന്നിട്ട് അവിടെ ഇസ്ലാമിന് അനുകൂലമായിട്ട് പഠനം നടത്തുക. എന്നിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 മനുഷ്യന്മാരെ ഒന്നാമത് മുഹമ്മദ് നബി ആയിരുന്നു എന്ന് പുസ്തകം എഴുതിപ്പിക്കുക. അത് ഇവിടെ പറഞ്ഞ് പ്രസംഗിക്കുക. ആരും ചോദിക്കില്ലല്ലോ. സായിപ്പ് പറഞ്ഞവന് അവസാനം വാക്കില്ലല്ലോ. നമ്മളെപ്പോലുള്ള ആളുകൾ അത് ഏതാവനാ പറഞ്ഞത്? ഐൻസ്റ്റീൻ നല്ലല്ലോ പറഞ്ഞത്. ഏതോടുത്തെ പേര് സ്പോൺസർ ചെയ്തെടുത്തേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നിട്ട് ഖുറാനിൽ ബിഗ് ബാങ് തിയറി കണ്ടെത്തുക. ഇതിനൊക്കെ റിസർച്ച് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകളെ, ലിയോനൊക്കെ പോലെയുള്ള അത്യാവശ്യം പേരുള്ള ആളുകളെ കുറച്ച് പൈസ കൊടുത്ത് മതം മാറ്റിക്കുക. എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിൻ്റെ ഫേസ് ആയിട്ട് കൊണ്ടു നടക്കുക. ബാക്കി സാംസ്കാരിക മേഖലയിൽ ചാനലുകൾ തുടങ്ങുക, പത്രങ്ങൾ തുടങ്ങുക, ഓൺലൈനിൽ എത്ര സാധനങ്ങൾ നോക്കുക. പിന്നെ ഹിന്ദുക്കൾ മണ്ടന്മാരായതുകൊണ്ട് പലപ്പോഴും എംഎൽഎ കമ്പനിക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ പോയിട്ട് മതസൗഹാർദ്ദം പ്രസംഗിപ്പിക്കുക. എന്നിട്ട് ഞങ്ങൾ മതസൗഹാർദ്ദക്കാരാന്ന് ഉള്ള ഈ ഇമേജ് ഉണ്ടാക്കുക. പിന്നെ ഈ ഇഫ്താർ പാർട്ടികൾ നടത്തുക. ഇഫ്താർ പാർട്ടികൾ നടത്തിയിട്ട് നമ്മൾ മതേതരവാദികളെന്ന് ചിന്തിപ്പിക്കുക. ഈ ഹിന്ദുക്കൾ അധികവും ഈ പാവം രാഷ്ട്രീയ നേതാക്കന്മാർ പലരും നല്ല ബിരിയാണി ഒന്നും കഴിക്കാത്തവരാണ്, നമുക്കറിയാലോ. അപ്പോൾ അവർക്ക് നല്ല ബിരിയാണി നമ്മളെ നോമ്പുകാല സമയത്തുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ അറ്റാച്ച് ചെയ്ത് നിർത്തിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ഇസ്ലാമിൻ്റെ 2 പോസിറ്റീവ് പറയിപ്പിക്കുക. ഇസ്ലാമിൻ്റെ പോസിറ്റീവ് പറയുന്നത് നമുക്ക് സന്തോഷം. പക്ഷേ ഉള്ളുകൂടെ പറയുന്നത് തീവ്രവാദത്തിൻ്റെ പോസിറ്റീവാണ്, ഇസ്ലാമിൻ്റെ പോസിറ്റീവ് അല്ല. ഇവന്മാരുടെ വേർഷൻ ഓഫ് ഇസ്ലാമാണ്. ഇങ്ങനെ ഒരു അജണ്ടയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാംസ്കാരിക മേഖലയെ വീഴുക. ഇവർ സിനിമയ്ക്കൊക്കെ എതിരാണ്, പക്ഷേ സിനിമയെ സ്പോൺസർ ചെയ്യുക. സിനിമയുടെ പരസ്യം കൊടുക്കില്ല, പക്ഷേ സിനിമയെ പറ്റി ഡിസ്കഷൻ മൊത്തം സിനിമയെ പറ്റിയായിരിക്കും. എന്നിട്ട് സിനിമയെ നശിപ്പിക്കാൻ നടക്കുന്ന റിവ്യൂ ബേസിന് വലിയ സ്പേസ് കൊടുക്കുക. ഇങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ മണ്ടന്മാരെ വിചാരം ഇത് ആർക്കും അറിയില്ലെന്ന് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സൈലൻ്റ് ആയിട്ടുള്ള പോരാട്ടമുണ്ട്. ഇപ്പോൾ RSSും ക്രിസ്ത്യാനികളൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിൻ്റെ ഒരു മാറ്റം കേരള സൊസൈറ്റി ആൻറ്റി ഇസ്ലാമിസം, ആൻറ്റി മുസ്ലിം സെന്റിമെന്റ് കേരളത്തിൽ അതിശക്തമാണ്. ഈ അജണ്ട തന്നെയാണ് ഇവന്മാർ. സാക്കിർ നായിക്കാണ് ഇവരുടെ ഇന്ത്യയിലെ ദൈവം. പിന്നെ ഒരു സലാം അതാ സലീമ അല്ല എം അക്ബർ ഇവനാണ് മറ്റേ സ്കൂളിൽ തീവ്രവാദം പഠിപ്പിച്ചത്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. അപ്പം കേരളത്തിൽ നമ്മൾ ഈ പറയും പോലെ ഈ ഇറാൻ കേസൊക്കെ വരുമായി കേരളത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് വരുമല്ലോ. കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നത് ഇവരാണ്. മറ്റു സമുദായക്കാരെന്താ മണ്ടന്മാരാണോ? ആദ്യ ഘട്ടത്തിൽ പെട്ടെന്ന് ബിരിയാണി കിട്ടിയവരൊക്കെ പോയി കഴിച്ചിരുന്നു. ഇപ്പം ബിരിയാണി കഴിച്ചവരൊക്കെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് ഉള്ളിൽ എന്ത് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയുമോ? വെള്ളാപ്പള്ളിയിൽ ആളുകൾ പുറത്ത് നമ്മൾ മതഭ്രാന്തം എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ വർഗീയവാദി എന്നൊക്കെ വിളിക്കും. പക്ഷെ അയാൾ പറയുന്നതിൽ കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത് എത്ര ആളുണ്ടെന്നത്. അല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ടോക്കിംഗ് പോയിന്റിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിന് താഴെ പക്ഷേ അദ്ദേഹത്തെ അനുകൂലിച്ചുള്ള കമന്റ്സ് ആണ് ഭൂരിഭാഗം, ഈവൻ 99%. ആണ് ഞാൻ ഈ മണ്ടന്മാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രശ്നം ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദുകളും പറയുന്നത് കേട്ടിട്ട് ഈ സുന്നികളും വരെ അതേ ലൈൻ എടുത്തു തുടങ്ങിയെന്നാണ്. അതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷം പതുക്കെ ഭൂരിപക്ഷമാകുന്ന ഒരു അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുറത്ത് നമ്മൾ സമാധാനം എന്ന് പറയുകയും ചെയ്യും. സമാധാനമാണ് നമ്മുടെ ജീവിതം കൊണ്ട് വേണ്ട ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ.